ഹലോ, ഞാൻ ലിബില്ലി. അപ്പോൾ ഞാൻ ഇന്നലെ എനിക്ക് വാട്സപ്പിൽ ഒരു സുഹൃത്ത് അയച്ചു തന്നതാണ്. അതായത് നമ്മുടെ മാഹിം മൂത്രപ്പുരയിൽ മൂത്രപ്പുര, അതായത് ഒരു അവിടെ മൂവാറ്റുപുഴയിലെ ഇവിടെ എങ്ങനെയുള്ള ഒരു പാവപ്പെട്ടൊരു ചേച്ചിയുടെ കടയിൽ നിന്ന് സാധനങ്ങൾ പറ്റു വാങ്ങിയിട്ട് പൈസ കൊടുക്കാണ്ട് പറ്റിച്ച് നടക്കണ ഒരു കാര്യം അറിഞ്ഞു. അത് സംഭവം സംഭവത്തിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ സംഭവം ഉള്ളത് തന്നെയാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ അവരിങ്ങനെ ആ ആ ലേഡി തന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊന്നും പുള്ളിയുടെ കമൻറ്റിൽ അല്ല പുള്ളിയുടെ ഫേസ്ബുക്കിൽ പോയി ഒന്നും കമൻറ്റ് ചെയ്യില്ലല്ലോ. കാരണം പൈസ ഒരുപാട് കൊടുക്കാനുണ്ടെന്ന് തോന്നുന്നു. കാരണം എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് സിഗരറ്റും ഇതൊക്കെ വാങ്ങണത് മിക്കവാറും സിഗരറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പാക്കറ്റിന് 200 രൂപ അടുത്തൊക്കെ വരില്ലേ. അപ്പോൾ അങ്ങനെ പലതും പറ്റിച്ചിട്ടുണ്ടാവും. പിന്നെ അവസാനം ഒടുക്കം പൈസ കൊടുക്കാണ്ടായി ഇപ്പോൾ ഗതി കെട്ടിട്ടായിരിക്കും ആ ചേച്ചി ഇങ്ങനെയൊക്കെ മെസ്സേജ് ഇടുന്നത്, ഇങ്ങനെയൊക്കെ കമൻറ്റ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആദ്യം കമൻറ്റ് കാണിച്ചു തരാം. ആ കമൻറ്റ് കണ്ടിട്ട് കമൻറ്റ് ആദ്യം നോക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ മാഹിൻ്റെ കുറേ റെക്കോർഡുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. ഇതാണ് ആ കമൻറ്റ്. അതായത് ആ പേര് സജിമോൾ എന്ന് കണ്ടാന്ന് തോന്നുന്നു, എനിക്കറിയാൻ പാടില്ല കൂടുതൽ. സജിമോൾ എന്ന് കണ്ട. മാഹിനെ ഞാൻ സുഖമില്ലാതിരിക്കുക, എനിക്ക് തരാനുള്ള പൈസ തരുമോ? എല്ലാവരും ചായ കുടിച്ചതും സിഗരറ്റ് വലിച്ചതുമാണല്ലോ, ആരുടെ ഔദാര്യമല്ലല്ലോ ഞാൻ ചോദിക്കുന്നത്. നീയൊന്നും ഗതി പിടിക്കില്ല എന്നെപ്പോലുള്ളവരെ പറ്റിച്ചാൽ. ഇതിന് വ്യക്തമായിട്ട് ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. DM, അതായത് ഡയറക്റ്റ് മെസ്സേജ് പ്ലീസ് എന്നും പറഞ്ഞു. അപ്പോൾ സംഭവം ഉള്ളത് തന്നെയാണ്. ഈ മാഹിനൊക്കെ എന്തായാലും ഇവന്മാരെ പറ്റിച്ചിട്ടുണ്ടെന്ന് തോന്നണു. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള എന്തുള്ള അതെ പറ്റിച്ച തന്നെയാണ്. കാരണം അവർ ഇത്രയും ഗതി കെട്ട് ഇങ്ങനെ പറയണമെങ്കിൽ പിന്നെ എന്തായാലും ചെറിയ പൈസ ഒന്നല്ല ഇവന്മാർ പറ്റിച്ചത്. അപ്പോൾ അത് പൈസയൊക്കെ ദൈവത്തോർത്ത് നിങ്ങൾ തിരിച്ചു കൊടുക്ക്. എന്തായാലും തിന്നും കുടിച്ചും വലിച്ചും കളഞ്ഞതല്ലേ, ആ പൈസ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് ഭയങ്കര ചെറ്റത്തരാണ്. കാര്യം പറഞ്ഞാൽ ചെറ്റത്തരാണ്. ഇനി ഈ കാര്യം, അതായത് ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ടെന്നൊക്കെ കുറേ പേരൊക്കെ ചോദിച്ചു ഈ മാഹിൻ്റെ അടുത്ത്, മാഹി മൂത്രപ്പുരയുടെ അടുത്ത്. അപ്പം മാഹി മൂത്രപ്പുര പറയണ ചില പ്രശസ്തമായ കുറച്ച് വാചകങ്ങളും ഡയലോഗ്സൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ മറന്നുപോയതാ കാര്യങ്ങളൊക്കെ എന്ന് പുള്ളി പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നുള്ള മറന്നുപോയതെന്ന്. കാരണം തിന്നും കുടിച്ചും വലിച്ചും പറ്റിച്ച് നടക്കണമെന്ന് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുള്ളൂ. കാരണം ഇതൊന്നും പുറത്തറിയാൻ ഒരു കാരണമില്ല. അത് അവർ മെസ്സേജ് ഇട്ടില്ലെങ്കിൽ, അവർ ആ കമൻറ്റ് ഇട്ടായിരുന്നില്ലെങ്കിൽ ഒരാളും അറിയില്ല ഈ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഞാനിനി മാഹി മൂത്രപ്പുരയുടെ കുറച്ച് വാക്കുകളിലേക്ക് കടക്കാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം എന്ന് തോന്നണം, എനിക്ക് തോന്നണം. കാരണം ഞാൻ വണ്ടി ഓടിക്കുന്ന സ്റ്റാൻഡിൻ്റെ ചേർന്ന് ഒരു എന്താ പറയണ്ട, ഒരു മോശമായ സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കട നടത്തുന്നുണ്ടായിരുന്നു. ശരിയായിരിക്കും അവർ പറയണത്, എന്തെങ്കിലും കാര്യം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ സിഗരറ്റും ചായ കുടിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് മറന്നു പോകും. ആരടുത്ത് എന്തെങ്കിലും വർത്തമാനത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലും മറന്നു പോകും. അങ്ങനെ എന്തെങ്കിലും സംഭവം ആയിരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ എന്തെങ്കിലും കരുതി കുട്ടിയാണെന്ന് നമുക്കറിയില്ല. പിന്നെ കരുതി കൂട്ടി, അതായത് നിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ തിന്ന പൈസയും കുടിച്ചു വലിച്ചു പൈസയൊക്കെ തിരിച്ചു വയ്ക്കുന്നത് കരുതി കൂട്ടിയാലോ. അതായത് അവരുടെ നിസ്സഹായാവസ്ഥ ആയിരിക്കുള്ളൂ. പിന്നെ നീ അവരെന്നിട്ട് പറഞ്ഞേ, ഞാൻ വണ്ടി ഓടിക്കുന്ന സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു മോശപ്പെട്ട സ്ത്രീ കട നടത്തുന്നുണ്ടായിരുന്നു. അതേടാ തിന്നതിൻ്റെയും കുടിച്ചതിൻ്റെയും വലിച്ചതിൻ്റെ ഒക്കെ പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ അവർ നിനക്ക് മോശപ്പെട്ട സ്ത്രീ ആയിരിക്കും. ആ സ്ത്രീ ആരാന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും ഈ കാണിച്ചൊക്കെ ചെറ്റത്തരം തന്നെയാണ്. ഇവൻ തന്നെ സമ്മതിക്കുന്നുണ്ട്, അതായത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അപ്പോൾ കാര്യം ഇതൊക്കെ തന്നെയുള്ളൂ. കാരണം ഇവന്മാർ കൃത്യമായിട്ട് അവിടെ പോയി ആ കടയിൽ നിന്ന് പറ്റിയിട്ടുമുണ്ട്, പൈസ കൊടുക്കാണ്ട് ഇരുന്നിട്ടുമുണ്ട്. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഇവന് ഇത് പറയുമ്പോൾ തന്നെ ഇവന് മനസ്സിലാവേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം സംഭവം കറക്റ്റാണ്. കാരണം ഇവൻ എന്തായാലും പറ്റിച്ചിട്ടുണ്ട് അവരെ. അതായത് നല്ലോണം പൈസ കൊടുക്കാനുണ്ട് എന്തായാലും അതിൻ്റെ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത വോയിസിൽ ഞാൻ കേൾപ്പിച്ചു തരാം. ഇവൻ്റെ തന്നെ വോയിസാണ്, അത് ഞാൻ കേൾപ്പിച്ചു തരാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അവരെ പോയി നേരിട്ട് കാണും. ഇരുപതാന്നുള്ള സ്ഥാനത്ത് അവർക്ക് ഞാനൊരു 100 രൂപ കൊടുത്തിട്ട് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സുഖമില്ല എന്ന് പറയുമ്പോൾ അതൊരു മര്യാദ നമ്മൾ കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് നമുക്ക് അറിയില്ല. ഇനിയിപ്പോൾ
അത് നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യത്തിൽ ഞാൻ എന്ത് പറയാനാ? എടാ നീ ഇങ്ങനെ ഉടായ്പ് പറയലടാ മാഹിമുത്രപ്പുരെ, നിനക്ക് അറിയാൻ പാടില്ലെന്നാ അവരെന്താ ഇങ്ങനെ പറഞ്ഞത്, നിനക്ക് അറിയാൻ പാടില്ലെന്നാ. പിന്നെ നീ എന്തിനാ അവർക്ക് 20 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞത്? അപ്പോൾ അവിടെ നിന്ന് പറ്റിയിട്ടൊക്കെ ഉള്ളതൊക്കെ സത്യം തന്നെയാണ്. എന്തായാലും 20 രൂപയ്ക്ക് വേണ്ടി അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നീളത്തിലെ ഈ മെസ്സേജ് അവരുടെ കമൻറ്റ് എഴുതിയിടൂല. അത് ഉറപ്പുള്ള കേസാണ്. 20 രൂപയല്ല നീ അവിടെ പറ്റിച്ചത്. പിന്നെ 20 രൂപയ്ക്ക് എന്തുട്ടാണ് കിട്ടുന്നത്? 2 നാരങ്ങളും കുടിച്ചാൽ 20 രൂപ കഴിയൂല. അപ്പോൾ 20 രൂപയ്ക്ക് വേണ്ടി ഒന്നല്ല അവരിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ, അതായത് അവർക്കിപ്പോൾ അസുഖമാണ്, ഹോസ്പിറ്റലൊക്കെയാണ്, അസുഖമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 20 രൂപയ്ക്ക് വേണ്ടി അവരെന്തായാലും ഈ കമൻറ്റ് ഇടില്ല. കാര്യം നീ കരുതി വെച്ചോ, 20 അല്ല, എന്തായാലും ഉറപ്പിച്ചോ മാഹിന, 20 അല്ല. പിന്നെ 20ൻ്റെ പേരിൽ നീ 100 രൂപ കൊടുക്കുമെന്ന്. എന്ത് ഉളുപ്പത്തരുണ്ടാ. പിന്നെ നീ ആദ്യം പറഞ്ഞ വോയിസിൽ നീ കേട്ടായിരുന്നു, എന്തെങ്കിലും ചായയോ എന്തെങ്കിലും കാര്യങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ സംസാരിച്ചിരിക്കുമ്പോൾ പൈസ കൊടുക്കാൻ മറക്കുന്നു. ഞങ്ങളൊന്നും മറക്കാറില്ലല്ലോ. അതും എടാ ഞങ്ങളൊന്നും ഇങ്ങനെ മറക്കാറൊന്നുമില്ല. ഞങ്ങളാ എന്ത് കഴിച്ചാലും ഞങ്ങളതിൻ്റെ പൈസ ഞങ്ങൾ തിരിച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ നിന്നെയൊക്കെ ഞാൻ ആ ഹോട്ടലിൽ നിന്ന് ഇറക്കി വിടില്ലല്ലോ. അത് വേറെ കാര്യം. ഇതൊക്കെ തന്നെയാണ്. ഇവൻ തനി ഫ്രോഡാണ് ഈ മാഹിമുത്രപ്പുര എന്ന് പറഞ്ഞാൽ. തനി ഫ്രോഡ്. ഇത്രയും നാൾ ആ പെരേര പൊട്ടനെ ഊമ്പിക്കാൻ നോക്കി, അവന് കാര്യം മനസ്സിലായപ്പോൾ ഇവനൊക്കെ ആറ്റി ഓടിച്ചു. അപ്പോൾ ഇവനിപ്പോൾ പട്ടിണിയിലാണ്. അതാണ് ഈ കടം ഇതൊക്കെ വാങ്ങി പറ്റിക്കണ നാട്ടുകാരെ. എന്തായാലും മൂവാറ്റുപുഴയിലുള്ള ആൾക്കാർ ശ്രദ്ധിച്ചോ, ഇവൻ തനി ഫ്രോഡാണ്.